പോയ മായി ഷോപ്പിങ്ങിന് പോയതല്ലേ ഒരു സാധനം കണ്ടില്ലല്ലോ. സാധനമൊക്കെ ഉണ്ടാവുമല്ലോ. നിങ്ങളെ മോന്റെ കൂടെ അല്ലേ പോയത്? എന്തെങ്കിലും ഒന്ന് മുതല് കാട്ടി കൊടുത്താൽ വാങ്ങിത്തരും. എന്തൊരു പിശുക്കനാണ്. എനിക്ക് ഇഷ്ടമുള്ളൊരു ചുരിദാർ ഉണ്ടായിരുന്നു, ഉമ്മ കാട്ടി കൊടുത്തിട്ട് വാങ്ങിയില്ല, ഒന്നും വാങ്ങിച്ചിട്ടില്ല. ഓന്റെ ബാപ്പി അങ്ങനെ തന്നെ പിസ്കനെയാണ്. ഏട്ടക്കാറങ്ങി ഞാൻ ഓന്റെ വാപ്പാനെ കൊണ്ട് ഇജ്ജ് ബേജാറാവുന്നായി മാണ്ട. അമ്മായി ജന്തുക്കളാണ്. തന്തന്റെ അതേ പൊരപ്പേരാണ് മോനക്കും കിട്ടിയിട്ടുണ്ട്. ആ നെസ്റ്റോല് കേറിയിട്ട് എന്തൊക്കെ ഒരു സാധനം ഫാൻസിക്ക് നല്ല ഇഷ്ടമുള്ള മാലകളും നല്ല നല്ല സാധനങ്ങൾ ഉണ്ടായിരുന്നു, ഒന്നും വാങ്ങി തന്നില്ല. ആ വേണ്ട 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 അതോ വേണ്ട, രസമില്ല. അങ്ങനെ നമുക്ക് നമ്മളെ ഇഷ്ടത്തിനല്ല എടുക്ക. വാങ്ങി തന്നില്ല. ഞാൻ അങ്ങോട്ട് പോന്നു. ഞാൻ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഇല്ല. ആരും ഇടുന്ന പൈസ കൊണ്ടല്ലേ വാങ്ങല്. ഈ തന്ത ഇങ്ങനെ കെട്ടിക്കൊടുന്ന കാലം തൊട്ടേ ഉൾപ്പെടെ തന്ത ഇങ്ങനെ ആ തന്തന്റെ അതേ പഠിപ്പേനാണ് ഇപ്പൊ ഈ ചെറുക്കനും കിട്ടിയിരുന്നത്. ഇതിനിപ്പോ അതിനൊന്നും ബേജാറാവണ്ട. ഞാൻ എനിക്ക് എന്താ മടിയത്? ചുരിദാറോ? എനിക്കൊരു ഇഷ്ടമുള്ള ചുരിദാർ അവിടെ കണ്ടിച്ച് പോകുന്നുണ്ട്. 1000 എത്ര ഉണ്ട്? അതിന്റെ അടുത്ത് പൈസ ഒക്കെ ഉണ്ട്, വാങ്ങാനിട്ടാ. അതെങ്ങനെ പിസ്കത്തരം കാട്ടുകണേ. നീ തയ്ച്ച പൈസ കൊടുക്കാൻ കൊടുത്തത് ആർക്കും കൊടുക്കൂല. എനിക്ക് തന്നെ മേടിച്ചപ്പോ തന്നെ പിസ്കത്തരം കാട്ടുന്നത് തിന്നണ നാണം കിട്ടിയ ആൾക്കാരെ മുന്നിൽ പോണ്ടിന്നില്ലാന്നായി. അപ്പൊ എന്നോട് പോരാൻ പറഞ്ഞില്ലേ? വാങ്ങിക്ക, അത് വാങ്ങാ ഇത് വാങ്ങാന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോയതല്ലേ. എപ്പോഴാ പറഞ്ഞത്? അവിടുന്ന് ആൾക്കാരുടെ അത് രസമില്ലടി, അത് എന്താണ് എന്തിനാണ് പറ്റിയാന്നൊക്കെ. നല്ല രസമുണ്ട്. ഇവിടുന്ന് തന്നെ തന്തന്റെ അതേ പഠിപ്പ്. തന്ത അന്തിക്കൊന്ന് പറയും, നേരം വെക്കുക തന്ത പറയും. ഇതന്നെയാണ് മോനും. എനിക്ക് പൈസ മാടി ചുരിദാറല്ലേ. അതിപ്പോ ഞാൻ ഇന്ത്യയിൽ കുറച്ച് പൈസ ഉണ്ട്, ബേജാറാവും ഇറങ്ങാറാവൊന്നും വേണ്ട. അങ്ങനത്തെ ഊതി വെച്ചിട്ടുണ്ടെങ്കിലേ നമുക്ക് രണ്ടാ കൂടി പോയി കട വാങ്ങിക്കോളാം. അത് നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോകാൻ വാങ്ങി എടുത്ത പൈസ അല്ലേ? അത് സാരേ, ഡോക്ടറെ അടുത്ത് പിന്നെയും പോവാം. നമുക്ക് നാളെ പോയാലോ? ആർക്കപ്പോ സ്വർണ്ണോ? സ്വർണ്ണോ ഒന്ന് കുട്ടിക്കും, പിന്നെ നിങ്ങൾക്ക് മോതിരം വാങ്ങിയിട്ടുണ്ട്, ഓൾക്കുള്ള വളയും ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് മണ്ടക്കടി കിട്ടിയോ? എന്ത് മണ്ടക്കടി? ഇത് എവിടെയൊക്കെ ഉണ്ട്? ഇന്ത്യയുടെ ഇപ്പൊ ജിന്റെ മോനെ പറ്റി പറഞ്ഞിരുന്നത് ജനല പുത്രൻ പറഞ്ഞ മോ പിസ്കനാണ്, ഒന്നും വാങ്ങി തന്നില്ല. 1,00,000 സാധനങ്ങളപ്പാ കൊടുന്ന് വെച്ചിട്ടുണ്ട്. മര്യാദക്ക് പോയി എടുത്തച്ചാളെ. അത് മൊപ്പക്കാക്ക് ഇഷ്ടമുള്ള സാധനങ്ങളല്ലേ വാങ്ങിയത്, ഇന്റെ ഇഷ്ടം കൂടെ നോക്കണ്ടേ. പിന്നെ ആക്കി ഇഷ്ടപ്പെട്ട ചുരിദാറും കൂടി വാങ്ങാതെ പോ നിക്കണ്. അല്ല ഇജ്ജി പറഞ്ഞ ചുരിദാർ ഇഷ്ടമുണ്ടെന്ന് അവനോട് പറഞ്ഞ? പറഞ്ഞേ. അപ്പൊ അത് വാങ്ങിട്ടുണ്ടാവും. ഓന് പോയി നോക്കിക്കണപ്പ അതെ. എന്നാ ചിലക്കാതെ പോയി അതൊക്കെ എടുത്തച്ചോ. ആണുങ്ങളെ ഇഷ്ടത്തിന് ജീവിച്ചാൽ പഠിച്ച്. ഞാൻ അങ്ങനെയാണ് പഠിച്ചിട്ടുള്ളത്. എന്റെ മാപ്പിള പെരും പിസ്കനേന്. ആ പിസ്കത്തരത്ത് കൂടെയാണ് ഞാൻ അത്രയും കാലം ജീവിച്ചത്. അപ്പൊ അത് ചിലക്കാതെ എടുത്തച്ചോ. അപ്പോൾ എന്റെ മോനെയും കുറ്റം പറഞ്ഞ എത്ര കിട്ടിയാലും അല്ലാത്തൊരു ആർത്തിയാണ്. മതിയല്ലോ ഇപ്പൊ വാങ്ങിക്കൊടുന്ന മതിയാ. നീ പഠിച്ച തെത്തടി വേണ്ടതേ. ഒരു മാതിരി ഒരു ആർത്തി പണ്ടാറോ എവിടുന്ന് കിട്ടിയത് ഇതിനൊക്കെ റബ്ബേ. എത്ര കിട്ടിയാലും തേയില. കുലുങ്ങി കുലുങ്ങി നടന്ന് എന്റെ മോനെ വശീകരിച്ചതും പോരാ. ഇപ്പൊ എന്റെ മോൻ ഇനി കൂടി തെറ്റിച്ചാനുള്ള പരിപാടിയേന്. അതെന്തായാലും ഇവിടെ നടന്നില്ല. അപ്പൊ എന്റെ മോനെ സത്യം തെളിയിച്ചത് സാധനങ്ങളേറ്റ് കൊണ്ടുവന്ന്. എങ്ങനെ നന്നാകുക? സൈനാന്റെ മോളല്ലേ, 6 മോളത്തിന്റെ വാദിയല്ലേ 3 മോളം.